കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM കനത്ത പരാജയമാണ് നേരിട്ടത്. കേരളത്തിൽ CPMന് ഒരു സീറ്റ് മാത്രം നേടി തൃപ്തിയണയേണ്ടി വന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇതുതന്നെയായിരുന്നു അവസ്ഥയെങ്കിലും അതിന് വിപരീതമായി ഇത്തവണ CPMന്റെ വോട്ട് ശതമാനവും കുത്തനെ കുറഞ്ഞിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായി CPM സംസ്ഥാന സമിതി കണ്ടെത്തിയത് പ്രധാനമായും 7 കാരണങ്ങളാണ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. ദേശീയതലത്തിൽ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കും. മതനിരപേക്ഷ മനസ്സുകളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഇത് ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് ഒരു കാരണം. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നീ വർഗീയ കക്ഷികളെ ചേർത്ത് UDF ഒരു മുന്നണി പോലെ മത്സരിച്ചു എന്നത് മറ്റൊരു കാരണമായെന്നും വിലയിരുത്തി. ഇതിൽ താൽക്കാലിക വിജയം UDFനുണ്ടായെങ്കിലും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും CPM സംസ്ഥാന സമിതി വിലയിരുത്തി. വ്യത്യസ്ത ജാതി വിഭാഗങ്ങളും സ്വത്വരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും RSS പ്രവർത്തനത്തിന്റെ ഭാഗമായി വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഈ വിഭാഗങ്ങളെ സംഘപരിവാർ ശക്തികൾ ഉപയോഗപ്പെടുത്തിയതും തോൽവിക്ക് കാരണമായി. SNDPയിലെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇവരുടെ ഇടപെടൽ LDFന് അനുകൂലമായ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടപ്പെടുത്തിയെന്നും മറ്റൊരു കാരണമായി CPM കണ്ടു. ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു വിഭാഗം വോട്ടുകൾ BJPക്ക് അനുകൂലമായി. തൃശൂരിൽ ചില പരിപാടികളിൽ ബിഷപ്പുമാർ പങ്കെടുത്തു. തൃശൂരിൽ കോൺഗ്രസിന് നഷ്ടമായ വോട്ടുകളിൽ നല്ലൊരു പങ്ക് ക്രൈസ്തവരുടേതാണെന്നും അതിനാൽ LDFന് ലഭിക്കേണ്ട വോട്ട് കുറഞ്ഞെന്നും വിലയിരുത്തി. ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആശ്വാസ നടപടികൾ മുടങ്ങിയത് പ്രധാനമായും തോൽവിയെ ബാധിച്ചു. കേന്ദ്ര സമീപനം കൊണ്ട് ക്ഷേമ പെൻഷൻ, ജീവനക്കാരുടെ ആനുകൂല്യം തുടങ്ങിയവയൊന്നും നൽകാനായില്ല എന്നതും തോൽവി ഉണ്ടാകുവാനിടയാക്കിയ പ്രധാന കാരണമാണ്. മാധ്യമങ്ങളുടെ പ്രചാരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചതും തോൽവിക്കിടയാക്കിയെന്ന് CPM സംസ്ഥാന സമിതി കണ്ടെത്തി. ഇക്കാരണങ്ങളെല്ലാം പരിഹരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. അതിന്റെ ആദ്യപടിയായി ജൂൺ മാസത്തിൽ 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയൊരു തോൽവിക്കിടയാക്കാതെ കൂടുതൽ സീറ്റുകൾ നേടി വിജയിക്കുവാനുള്ള ലക്ഷ്യത്തിലാണ് CPM.